ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാനായി ഒരു കടായി വെച്ചിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ആണ് ആദ്യം വഴറ്റിയെടുക്കുന്നത്. സവാള, തക്കാളി എല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വരണം. ഇന്ന് നമ്മൾ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് തന്നെയാണ് കേട്ടോ ഇന്നത്തെ താരം. കുരുമുളകിന് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വരണം. പിന്നെ ഈ റെസിപ്പി തയ്യാറാക്കാനായി ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് തക്കാളി, സവാള പേസ്റ്റ് മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ തയ്യാറാക്കാനായി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഉള്ളത്. അതിനായിട്ട് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യമനുസരിച്ച് പെപ്പർ ചേർത്ത് കൊടുക്കണം. ഇതൊരു 2 കിലോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു 4 ടേബിൾ സ്പൂണോളം പെപ്പർ ചേർക്കുന്നുണ്ട്. പിന്നെ ലെമൺ ചേർത്ത് കൊടുക്കണം. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കായ, പെരുംജീരകം, ജാതിക്ക എല്ലാം ചേർത്ത് പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നന്നായി തിരുമ്പി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ഒരു 1-2 വിസിലിനകം ഇത് ഓഫാക്കി എടുക്കണം. നമ്മുടെ പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് എല്ലാം നന്നായി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ വെളുത്തുള്ളി, സവാള എല്ലാം നമ്മൾ യോജിച്ച കടായിലേക്ക് ഇടുന്നത്, ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ മൂടി വെച്ച് അതിൻ്റെ സ്മെല്ലെല്ലാം ഇറങ്ങി വരുമ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ റെഡിയായി തുടങ്ങും. നല്ല മണവും പെപ്പറിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഈ പെപ്പർ ചിക്കൻ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.